അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടിയിട്ടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കിയിട്ട് എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലി എന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല സുജാ പാർവതി. നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ് പറയുന്നത് കേട്ടില്ലേ, അതൊന്നും സാരമില്ല. പക്ഷേ സുജാ പാർവതി ഒരേ ഒരു ചോദ്യം പല ആളുകൾ പറഞ്ഞു കേട്ടു. ബിഗ് ടി വി എന്ന് പറയുന്ന ചാനലിൽ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏകദേശം 10 ലക്ഷം രൂപയാണ് സാലറി എന്നൊക്കെ. ബിഗ് ടി വി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് നല്ലൊരു മേക്കപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ തന്നില്ലെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു മേക്കപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ അങ്ങ് വെക്കാലോ, ഇത്രയും സാലറി ഒക്കെ കിട്ടുമ്പോ. അങ്ങനെ അങ്ങ് ചെയ്താൽ പോരെ. ഈ നിറം അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല. കറുപ്പ് വെളുപ്പ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ എല്ലാവരും പറയും, ഞാനും വേണമെങ്കിൽ പറയാം. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമുണ്ട്. മാധ്യമ മേഖലയിൽ പ്രത്യേകിച്ചൊരു ന്യൂസ് റിപ്പോർട്ടറൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്തിരി കറുത്ത നിറമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒരു ചാനലിൽ ന്യൂസ് വായിപ്പിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇച്ചിരി ഡാർക്കായിട്ടാണ് അവരെ നമുക്ക് തോന്നുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അവർ അതിലും ഡാർക്കായിരിക്കും. അത്യാവശ്യം പുട്ടിയൊക്കെ അടുപ്പിച്ചിട്ടായിരിക്കും അവരെ കൊണ്ടവിടെ ഇരുത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമായത്. ഒരു ചാനലിൽ പോലും ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിറത്തെ കളിയാക്കി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ആ സമയത്ത് പോലും അവരെ എതിർത്തുകൊണ്ട് മെയിൻ സ്ട്രീം ചാനലുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് വർത്തമാനമാണ് ആ സ്ത്രീ പറഞ്ഞത്. അവർ പറഞ്ഞതിനെ ഞാനും വിമർശിച്ച ഒരാളാണ്, അവർ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എങ്കിലും അപ്പോൾ അവരെ കുറ്റം പറഞ്ഞ മെയിൻ സ്ട്രീം ചാനലുകളോട് വരെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നാൽ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരാളെ നിങ്ങൾ പിടിച്ചിരുത്തി ന്യൂസ് വായിപ്പിക്ക്, എന്താ ചെയ്യുവോ? ഇല്ല. പിന്നെ ഇപ്പോൾ ബിഗ് ടി വി എന്ന് പറയുന്ന പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഈ ഒരു ന്യൂസ് ചാനൽ, ഈ ഒരു ചാനലിൽ സുജയ പാർവതിയെ ഇങ്ങനെ കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവർ പറയുന്നത് പോലെ മേക്കപ്പ് ചെയ്യാൻ വന്ന ആൾക്ക് സ്കിൻ ടോൺ ഒന്നും മനസ്സിലായി കാണത്തില്ല. അപ്പൊ അത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മേക്കപ്പ് മാനെയൊക്കെയാണോ ബിഗ് ടി വി പോലുള്ള വലിയൊരു ചാനൽ ഹയർ ചെയ്തത് എന്നൊരു ചോദ്യം നമ്മുടെ സൈഡിൽ നിന്നുണ്ടേ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇതിനകത്ത് വേറൊരു പരിപാടിയുണ്ട്, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഈ ബിഗ് ടി വി ലോഞ്ച് ചെയ്തതിന് ശേഷം അങ്ങോട്ട് വലിയ കോളിലൊക്കെ ഒന്നും ഇതിനായിട്ട് ഉണ്ടാക്കാൻ ആ ചാനലിന് പറ്റിയിട്ടില്ല. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകളോ ഒന്നുമില്ല. എന്തിനധികം പറയുന്നു, ബിഗ് ടി വിയുടെ ഇന്റർഫേസ് പോലും ഞാൻ കാണിച്ചു തരാം. റിപ്പോർട്ടർ ചാനൽ, ഈ ഡിപ്പോർട്ടർ ചാനലിൽ നിന്ന് സുജാ പാർവതി ഒന്ന് മാറിയില്ല എന്നൊരു നിമിഷം ഞാൻ ആലോചിച്ചു പോയി. കാരണം സെയിം ഇന്റർഫേസ് ആണ് ഇവിടെ. റിപ്പോർട്ടർ ചാനലിൽ അവസാനമായി വർക്ക് ചെയ്ത് അതിപ്പോഴും തലയിൽ കിടക്കുന്നതുകൊണ്ടാണോ ചീഫ് എഡിറ്ററായിട്ട് ഇവിടെ വന്നിട്ടും ഡിപ്പോർട്ടറിന്റെ അതേപോലെ എടുത്ത് ഇവിടോട്ട് കാണിക്കുന്നത്? മനസ്സിലാവുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ ഇരിക്കുന്ന നമ്മുടെ സുജാ പാർവതിയൊക്കെ തിരുവനന്തപുരത്തെത്തി. എന്നിട്ട് തിരുവനന്തപുരത്തു നിന്ന് ഒരു ബസ്, ബിഗ് ബസ്, ഒരു ബസ്സും എടുത്ത് കൊച്ചിയിലേക്ക് കുറെ റിപ്പോർട്ടർമാരുമായിട്ട് യാത്ര തിരിച്ചു. എന്തിനാ? കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് അത് സോൾവ് ചെയ്യാനാണെന്നും പറഞ്ഞ് തിരുവനന്തപുരത്തു നിന്ന് കൊച്ചി വരെ വന്നിട്ട് ഇതിന്റെ നടുക്കൊന്നും എങ്ങും ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചൊന്നും കണ്ടില്ല. നേരെ കൊച്ചി വന്നിട്ട് എന്താ ഇവർ കാണിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കാണിച്ചു തരാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ നിറത്തിന്റെ കേസുണ്ടല്ലോ, മേക്കപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം. കാരണം വലിയ റീച്ചും അല്ലെങ്കിൽ വലിയ എക്സ്ക്ലൂസീവ് കണ്ടന്റും ഒന്നും ഒരു ഹൈപ്പ്, ഒരു ഗുമ്മുണ്ടാക്കാൻ ഈ ഒരു ചാനലിന് ഇതുവരെ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവരൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തു. സുജയെ ഇങ്ങനെ കൊണ്ട് അങ്ങോട്ട് ഇറക്കുമ്പോഴത്തേക്ക് 2 ദിവസമായിട്ട് ട്രോളുകളാണ്, ട്രോളിന്റെ പൂര മഴയാണ് സുജയ്ക്കെതിരെ. പിടികിട്ടിയോ? സോ അങ്ങനെ ഒരു നെഗറ്റീവ് റീച്ചെങ്കിലും ഉണ്ടാക്കി എടുക്കാമെന്ന് അവർ വിചാരിച്ച് കളിക്കുന്ന ഒരു കളിയല്ല ഇത് എന്നൊരു സംശയം എനിക്കുണ്ടേ. ഇല്ലാന്ന് ഞാൻ പറയില്ല. ഇനി നമുക്ക് നേരെ വീഡിയോകളിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി എല്ലാവരും കൂടെ കൊച്ചിയിലേക്കുള്ള യാത്ര, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ. പക്ഷെ എനിക്ക് ഇവരുടെ ആ യാത്ര കണ്ടിട്ട് എവിടെ ടൂറിന് പോയതുപോലെ തോന്നിയത്. കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരിക, കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടാൽ അതിലും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഈ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നടക്കൂടെ? ഈ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ പുതിയൊരു ചാനൽ ലോഞ്ച് ചെയ്തതാ. എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല.
നമുക്ക് നേരെ ചാനലിന്റെ, ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആ ഒരു ടൂർ പരിപാടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന പരിപാടിക്ക് മുമ്പായിട്ട് ഈ ഒരു ചാനലിന് ബിഗ് ടിവിയുടെ ഒരു ഇന്റർഫേസ് നിങ്ങളൊന്ന് നോക്കിക്കോണേ. നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഒരു പുതിയ ചാനലായിട്ടും തോന്നത്തില്ല. ഇതൊന്ന് കണ്ടേ നിങ്ങൾ. പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങി. പക്ഷേ കേസുകാർ ജയിലിനകത്താണ്. അതാണ് റജിൽ മാക്കുറ്റിയുടെ പ്രതിഷേധങ്ങളുടെ കാരണങ്ങളിലൊന്ന്. ലിനറ്റ് വർഗീസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. തന്നെയാണ് ലിനറ്റ്, വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അതിപ്പോൾ പോലീസിനെതിരാക്കി മാറ്റുകയാണ്. കാരണം ആ രീതിയിലുള്ള നടപടികളാണ് FIR വായിച്ചത്. കണ്ടല്ലോ നിങ്ങൾ, ബിഗ് ടൈം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഇന്റർഫേസ് ഇത്രയും കണ്ടാൽ മതി. എനിക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരു വ്യത്യാസവും തോന്നുന്നില്ല. അവിടെ എന്താണോ അത് തന്നെ ഇവിടെ. ഈ ചീഫ് എഡിറ്റർ സുജാ പാർവതി ആയിപ്പോയത് കൊണ്ടാണോ ബിഗ് ടിവിയുടെ ചെയർമാനും MDയും ഒന്നും ഈ സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ല? സുജാ പാർവതിയെ, മോളെ ഇപ്പോഴും നീ റിപ്പോർട്ടറിലാണോടി വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം. അല്ല, ചീഫ് എഡിറ്റർ അല്ലേ, ഒന്ന് പറയാലോ. മക്കളെ ഒന്ന് മാറ്റിപ്പിടി, എഡിറ്റിംഗ് ടീമേ, എന്തുവാ ഇത് പണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ? ഇത്രയും സാലറിയൊക്കെ കേൾക്കുന്നു, 10 ലക്ഷമൊക്കെ. അത് മേടിക്കുന്നതിന് എന്തെങ്കിലും ഒരു പണി. ഇനി അതിനു വേണ്ടിയിട്ടാണോ ഈ കഴിഞ്ഞ ദിവസത്തെ യാത്ര ജനങ്ങളുടെ ഇടയിലേക്ക്? നമുക്കിനി അതിലേക്ക് പോകാം. ജനങ്ങളുടെ ഇടയിലേക്ക് ഇവർ ഇറങ്ങിച്ചെന്ന് എന്തൊക്കെയാ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തത് നിങ്ങൾക്ക് കാണണ്ടേ സുഹൃത്തുക്കളെ? ഇതാ നമുക്ക് കണ്ടു തുടങ്ങാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബിഗ് ബസിന്റെ യാത്ര തുടരുകയാണ്. ബിഗ് ബസിന്റെ യാത്ര ഇപ്പോൾ നമ്മൾ എവിടെ വരെ എത്തിയെന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നേരെ വൈപ്പിലേക്ക് എത്തുകയാണ്. സുജാ പാർവതി, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ നല്ലൊരു മാധ്യമ പ്രവർത്തകയായിരുന്നല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് എന്തു പറ്റി? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഏത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്? കുറെ ഉണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ. എന്തുവാ പറയുന്നത്? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അവിടെ എത്തിയതാ, വൈപ്പിനെത്താറായി. എന്തുവാ ഇത്? മറ്റേ ട്രാവൽ ബ്ലോഗ് ചെയ്യുവാണോ? എനിക്ക് അങ്ങനെയാ തോന്നിയത്, ട്രാവൽ ബ്ലോഗ് പോലെ. പോയി കയ്യിൽ നിന്ന് പോയി സുജാ പാർവതി. എന്തൊക്കെയായിരുന്നു ആ റിപ്പോർട്ടർ ചാനലുള്ളപ്പോൾ? അരുൺകുമാറുമായിട്ടുള്ള വാഗ്വാദങ്ങൾ അടിച്ച് കൊടുക്കുക, അരുൺകുമാറിനെ ഇരുത്തിക്കളയുക. ആ സുജയ പാർവതിയെ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ടേ. ഉള്ള കാര്യം പറയാലോ. അടുത്ത ക്ലിപ്പിലേക്ക് നമുക്ക് പോകാം. വൈപ്പിനിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ ഒരു പാലത്തിന്റെ അടുത്തുകൂടി നേരെ വരാപ്പുഴ അതിരൂപതയുടെ വഴിയേ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടും. അതോടൊപ്പം നമ്മൾ വാർത്തകൾ പങ്കുവെക്കും, വിശേഷങ്ങൾ അറിയും. അങ്ങനെ നമ്മുടെ ഈ യാത്ര തുടരുകയാണ്. എനിക്കൊപ്പം ബാക്കിയുള്ള സംഘാംഗങ്ങളെ കൂടി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യുകയല്ല. എനിക്കൊപ്പം അനൂപ് ജോണും ധനേഷും ഒക്കെ അടങ്ങുന്ന നമ്മുടെ വലിയ ഒരു സന്നാഹവുമായിട്ടാണ് നമ്മൾ ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ അവർക്ക് ഇവിടെയുണ്ട്. ഒപ്പം S വിജയകുമാർ ഇവിടെയുണ്ട്. ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിക്കണം. S വിജയകുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുപ്രഭാതം വിജയകുമാർ. സുപ്രഭാതം. എങ്ങനെയുണ്ട് കൊച്ചിയിലോട്ടുള്ള യാത്ര? ഉഷാറല്ലേ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിലേക്ക് തിരിച്ചു വന്നതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതര സന്തോഷം. ഉറപ്പായും നമ്മുടെ പഴയ തട്ടകത്തിലേക്ക് തിരികെ എത്തുന്നുള്ള സന്തോഷം. അതെ, നമ്മൾ പൂർണ്ണമായും തിരിച്ചെത്തും ഹൈദരാബാദിൽ നിന്ന് ഉടനെ. അതെ, ഉടനെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. അതെ, ലക്ഷ്മി പത്മ, സുപ്രഭാതം. സുപ്രഭാതം. എങ്ങനെയുണ്ട് വരാപ്പുഴയിലെ മോർണിംഗ്? ഗംഭീരം. കൊച്ചിയിലെ വായു ശ്വസിക്കുമായിരുന്നു. അപ്പോൾ അനിൽ സാർ നമ്മുടെ കൂടെ യാത്ര തുടരുകയാണ്. നമ്മൾ സാറ് ഹൈദരാബാദിൽ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ നമ്മൾ ഈ യാത്രയ്ക്ക് ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇനിയിപ്പോൾ വിടുന്നില്ല. സുപ്രഭാതം അനിൽ സാർ. സുപ്രഭാതം. ലക്ഷ്മി, നിങ്ങളോട് ഒരേ ഒരു ചോദ്യം. കൊച്ചിയിലെ വായുവിന് അത്ര സുഗന്ധമാണോ? അത്ര ശുദ്ധമാണോ കൊച്ചിയിലെ വായു? കൊച്ചിയിലെ വായു അങ്ങോട്ട് ശ്വസിച്ച് ആ ഒരു മൂടാണല്ലോ പറയുന്നത്. മാലിന്യമാണ് എവിടെ നോക്കിയാലും. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇറങ്ങിയില്ല തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക്. ഈ മാലിന്യത്തെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കാലോ, ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, ചോദിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ വരാം. നിക്കട്ടെ അവിടെ. ഹൈദരാബാദിൽ നിന്ന് എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ടല്ലോ. കിട്ടിയൊരു തട്ടല്ലേ അങ്ങ് ഹൈദരാബാദിലേക്ക്? ഒന്നും അറിയാതെ പോയി ജോയിൻ ചെയ്ത് അവസാനമല്ലേ അറിയുന്നത്? അല്ല, അങ്ങനെ കരക്കമ്പികൾ കേൾക്കുന്നുണ്ടേ, പണി കിട്ടിയെന്ന്. ഹൈദരാബാദിലേക്ക് പോയി അവിടെ ചെന്നിരിക്കുക മലയാളം ചാനല്. ഇവിടെ വാ, കൊച്ചി വരുമെന്നൊക്കെ പറയുന്നു. വന്നാ കൊള്ളാം. അപ്പൊ വന്നാലും ഇല്ലെങ്കിലും ഇന്റർഫേസ് ഒക്കെ റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ അല്ലേ? ഒന്ന് മാറ്റി പിടിക്ക്. ഒരു ന്യൂസ് ചാനൽ അല്ലേ? ബാക്കിയുള്ള ചാനലിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം, ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പം വി ഓൾ എക്സ്പെക്റ്റഡ് സംതിങ് മോർ. പക്ഷെ അതിൻ്റെയൊക്കെ 7 അയലത്ത് വരാത്ത ഒരു സ്റ്റാർട്ടായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എങ്ങനെയുണ്ട് യാത്ര? നന്നായിട്ടുണ്ട്. വൈപ്പിൻ മാലിപ്പുറത്താണ് നമ്മളിപ്പോൾ. വൈപ്പിൻ മാലിപ്പുറത്താണ് അനിൽ ആയൂരും സംഘവും.
ആരാണ് ഈ സുപ്രഭാതം പറഞ്ഞ അനിൽ ആയൂർ എന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? MD, ബിഗ് ടിവിയുടെ MD. സാറേ, സുപ്രഭാതത്തിനൊന്നും ഒരു ഒരു ഗുമ്മില്ലല്ലോ സാറേ. എന്തു പറ്റി? അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ? സുജയ പാർവതിയൊക്കെ പിടിച്ചങ്ങോട്ട് ചീഫ് എഡിറ്റർ ആയിട്ട് ഇരുത്തിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഡിപ്പോർട്ടർ ചാനലിന്റെ അതേ സാധനം തന്നെയൊക്കെ ഇവിടെ കണ്ടിട്ട് ഒന്നും പറയാനില്ലേ? ഇപ്പോഴും കൊഞ്ചിച്ചുകൊണ്ടിരിക്കുവാണോ? ഇനി അതുകൊണ്ട് വല്ലതാണോ? മേക്കപ്പും വേണ്ട, ഒന്നും വേണ്ട, നീ ആദ്യമേ കുറച്ചൊന്ന് ഫേമസ് ആക്കിത്താ എൻ്റെ ചാനൽ, എന്നിട്ടേ ഉള്ളൂ നിനക്ക് മേക്കപ്പ് എന്ന് വല്ലോ പറഞ്ഞോ സാറേ? അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നമുക്ക് ബാക്കി കേൾക്കാം. അപ്പോൾ ഈ യാത്രയിലൂടെ നമ്മൾ നാടിനെ അറിഞ്ഞ് നാട്ടാരെ കേട്ടാൽ നോക്കും, നമുക്ക് പുറത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മറ്റു ക്യാമറകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല മനോഹരമായ ഒരു പ്രഭാതത്തിന്റെ ഒരു പ്രസരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത് പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നല്ല രീതിയിലുള്ള നമ്മൾ ഒരു പ്രഭാതം പൊട്ടിവിടരുന്ന സമയം എന്നൊക്കെ പറയുന്നതാണ് ഒരു രാവിലെ 6 മണി മുതൽ ഒരു 7:30 വരെയുള്ള സമയം. പ്രഭാത സൂര്യൻ ഇങ്ങനെ ഉദിച്ചു കയറി വരുമ്പോൾ അതിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ കടലോ കായലോ അങ്ങനെയുള്ള ജലാശയങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് കാണപ്പെടുന്ന ഒരു സമയമാണ് ഈ പ്രഭാതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം കാണിക്കാൻ പോകുന്നത്. ആ മനോഹരമായ കാഴ്ച ഇതുവരെയായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അത് കാണിക്കാനായിട്ട് ബിഗ് ടിവി എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ തന്നെ വേണ്ടി വന്നു. കഷ്ടം സുജ പാർവതി, കഷ്ടം. മനസ്സിലായോ? വേറെ ഒന്നും നിങ്ങളോട് എനിക്ക് പറയാനില്ല. ട്രാവൽ വ്ലോഗ് ചേച്ചി യൂട്യൂബിൽ വന്നിട്ട് അതായിരിക്കും നല്ലത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ ചെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നല്ലേ പറയുന്നത്. കണ്ടോണം നിങ്ങൾ എന്തൊക്കെയാണ് ഇവർ ആഴത്തിൽ പഠിക്കുന്നതെന്നുള്ളത്. ഇച്ചിരി നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയൊക്കെ മേടിച്ചൂടെ? അല്ല, ഇവരുടെ ചാനൽ കാണുമ്പോൾ തന്നെ, നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വർക്കത്തില്ലാത്ത പോലെ എന്തോ വലിയൊരു സാധനം വരുന്നു എന്നൊക്കെ വിചാരിച്ചിരുന്ന നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരാശയാണ്. MD അനിൽ ആയൂർ സാരെ, സത്യമായിട്ടും സുജാ പാർവതിയുടെ ഈ ഒരു ചേഞ്ച് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ സങ്കടമാണ് തോന്നുന്നത്. എങ്ങനെ നിന്നിരുന്നൊരു മാധ്യമപ്രവർത്തക ഇത്ര താഴത്തേക്ക് പോയല്ലോ എന്നുള്ളൊരു സങ്കടം അതുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. കാണിക്കാൻ പോകുന്ന ഒരു മോർണിംഗ് വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണം. എനിക്കൊപ്പം മുഹമ്മദ് മുജ്തബയുണ്ട്. മുഹമ്മദ് മുജ്തബയാണെങ്കിൽ മുസ്തബയ്ക്ക് ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇതൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, ഞങ്ങൾ ഈ സീൻ വിട്ടതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ വല്ലപ്പോഴും കാണുന്ന കാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മുസ്തബ റെഡി അല്ലേ? ഞങ്ങൾ ബസ്സുമായിട്ട് കൊച്ചിയിലെത്തി. ഇനി നിങ്ങളുടെ കയ്യിൽ ഇവിടെ കൊച്ചിയിലുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും തീർച്ചയായും. ഇപ്പൊ വൈശാഖ് കോമാട്ടിലാണ് നമ്മുടെ കൊച്ചിയുടെ തലവർ. റെഡിയല്ലേ? നമ്മൾ ഫുൾ റെഡിയാണ്, ഫുൾ ടീം റെഡിയാണ്. 2 പേര് മിസ്സിംഗ് ഉണ്ട്. അലി അക്ബർ ഷാ വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിരിക്കുന്നു. അതെ, ഇന്നലെ തന്നെ നമുക്കൊപ്പമുള്ള ദീപക് മലയമ്മയുണ്ട്. നമുക്ക് ബസ്സിന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാം. മോർണിംഗ് വൈബൊക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് നമ്മുടെ ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ കടക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇതാ ബസ് ഇറങ്ങി നാട്ടുകാർക്കിടയിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടരുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിഗ് ബസ്, ബിഗ് ടിവിയുടെ ബിഗ് ബസ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര ഇല്ലാതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടില്ലേ, ഒറ്റയ്ക്കൊരു കൊക്കൊക്കെ പറന്നു പോകുന്നുണ്ട്. അത് കൊക്കല്ലേ? മാലിപ്പുറത്തെ സൂര്യോദയം, ആ കാഴ്ചയാണ് നമുക്ക് പ്രേക്ഷകർ. ശരിയാണ്, എസ് വിജയകുമാർ പറഞ്ഞ പോലെ നല്ല മനോഹരമായ ഒരു സൂര്യോദയം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ സുപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. നമ്മൾ ഇന്നത്തെ ദിവസം വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കും. അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്തിന്റെ ഒരു മനോഹാരിത അത് തന്നെയാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുക. ലക്ഷ്മി ആത്മ, മോർണിംഗ് വൈബായില്ലേ? ഗംഭീരായില്ലേ? ഒരു റീലൊക്കെ എടുക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ വന്നതുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളിൽ ആദ്യം ഇടപെട്ട് അതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കി പോകണം. ലക്ഷ്മി അങ്ങോട്ട് മാറിയുന്നേ. റീലൊന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ജനകീയ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് എല്ലാ ജനത്തിനും ഇവിടെ നീതി മേടിച്ചു കൊടുക്കാൻ വന്നിരിക്കുന്ന സുജാ പാർവതിയാ. അങ്ങോട്ട് മാറിയുന്നേ അങ്ങോട്ട്. ഞാൻ കൊക്ക് പറക്കുന്നതൊക്കെ കാണിക്കട്ടെ. ദേ നോയിക്കേ, ദേ ഒറ്റയ്ക്ക് ഒരു കൊക്ക് പറന്നു പോകുന്നു. നോയിക്കേ പ്രിയപ്പെട്ടവരെ, മോർണിംഗ് വൈബാക്കും, മോർണിംഗ് കളറാക്കൂ. കമോൺ, ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കൂ രാവിലെ. അത് തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്ന അതേ മണ്ടത്തരം തന്നെയല്ലേ കൂടെ ഇരുന്ന കൂട്ടുകാരിയും ചോദിച്ചത്, അല്ലെങ്കിൽ കൊളീഗ് ചോദിച്ചത്? ഒരു റീലൊക്കെ എടുക്കാൻ തോന്നുന്നല്ലേ, ഉടനെ അവക്കിട്ടും കൊടുത്തു. ഇല്ലില്ല, ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവാ. കുറെ നേരമായി ഇത് തന്നെ പറയുന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് പോകണമെന്ന്. ഞാനൊരു വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇവർ ഈ മേക്കപ്പ് ഇട്ടിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണെങ്കിൽ എനിക്കൊരു മാർക്കറ്റിങ്ങിന്റെ ഒരു ഗെയിം ആണോ എന്ന് തോന്നാനായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു മേക്കപ്പ് മാൻ ഒന്നും വരുന്നില്ല, അതിനുള്ള ബഡ്ജറ്റോ ഒന്നും പോട്ടെ, നമുക്കൊന്നും അറിയത്തില്ല പോട്ടെ. പക്ഷെ സ്വന്തമായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ട് അവർ നിൽക്കുമ്പോൾ, ചീഫ് എഡിറ്ററാണ് അവിടുത്തെ, അവരിങ്ങനെ ഇത്രയും ആളുകളെ ആ ഒരു ക്രൂവിനെയും കൊണ്ട് പോയി അവർ പ്രസന്ററായിട്ട് നിൽക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മുഖമൊക്കെ, നമ്മളൊക്കെ ഒരു യൂട്യൂബ് ചാനൽ മാത്രമായിട്ട് നിൽക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ ഫേസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആക്കിയിട്ടൊന്നും അല്ല ഞാൻ വന്നിരുന്ന് എൻ്റെ ചാനലിലൂടെ സംസാരിക്കാറുള്ളത്.
ഞാൻ എങ്ങനെയാണോ ഞാൻ അതുപോലെയാണ് ഇരിക്കാറുള്ളത്. അത്യാവശ്യം എനിക്ക് ഉറക്കം തൂങ്ങിയൊന്നും വന്നിരിക്കത്തില്ല എന്നേ ഉള്ളൂ, അങ്ങനെ ഇരിക്കാറില്ല. പക്ഷേ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കൊക്കെ നമ്മളൊരു മെയിൻ സ്ട്രീം ചാനലൊന്നും അല്ലടി, ഒരു കുഞ്ഞു ചാനലാണ്. പക്ഷെ ഇത്രയും ഒരു സാറ്റലൈറ്റ് ചാനൽ, അവിടെ ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇച്ചിരി സ്വന്തമായിട്ടുള്ള ഇച്ചിരി പൗഡറോ എന്തെങ്കിലും ഒരു ക്രീമോ ഒക്കെ ഒന്നും ഇട്ടിട്ട് ഇരിക്കത്തില്ലേ? ഒന്നാമത് ഒരു റിപ്പോർട്ടർ ആയിരുന്നല്ലോ അവർ. അപ്പോൾ ഇവർ ഇത്രയും നാളായിട്ട് ഇവർ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതൊന്നും അവർ ചെയ്യാതെ ഇങ്ങനെ ഇറങ്ങണമെങ്കിൽ അതിനകത്ത് ജനങ്ങൾ വന്നിങ്ങനെ 2 ദിവസമായിട്ട് കാണുന്ന കണക്ക് ട്രോളും കാര്യങ്ങളും വരും. അങ്ങനെ ഒരു ബൂസ്റ്റപ്പ് കിട്ടും. കാരണം അതല്ലാതെ വേറൊരു ബൂസ്റ്റപ്പ് ഞങ്ങൾക്കില്ല, ഇങ്ങനെയെങ്കിലും കുറച്ചുകൂടെ ഗുമ്മാവട്ടെ എന്ന് കരുതിയിട്ടാണോ എന്നതാ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല തരത്തിൽ സംശയമുണ്ട്. ഉള്ള കാര്യം പറഞ്ഞല്ലോ. പിന്നെ മാലിപ്പുറത്ത് പോയി ഇറങ്ങി സൂര്യൻ ഉദിച്ചയൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഇതിനായിട്ടും ജനങ്ങളെ ഒന്നും കണ്ടിട്ടില്ല ഇടപെടാനായിട്ട്. പക്ഷെ ഇതാ വരുന്നുണ്ട്, നിങ്ങൾ കണ്ടോ? ഇത് അടുത്ത വീഡിയോ കണ്ടോ? അപ്പോൾ നമ്മുടെ യാത്ര നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരെയൊക്കെ കണ്ട് ശരിക്കും ഒരു പ്രഭാതത്തിൽ ഒരു നാട്ടിൻപുറത്ത് ഇറങ്ങി നിന്നാലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക. നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും അല്ലേ? ഉറപ്പായും സുജിയ, ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉള്ളത്, നാട്ടിൻപുറം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാവിലെ തന്നെ ജീവിതം തുടങ്ങുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ തന്നെ അറിയാം, നമ്മൾ ഈ നടക്കുന്ന ഈ പോകുന്ന വഴിയിലൊക്കെ ആളുകൾ അവരുടെ പ്രഭാത സവാരി രാവിലത്തെ നടപ്പിനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നതാണ്. എനിക്കൊന്ന് നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കണം, ഒരു വണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വാർത്തകളൊന്നും തന്നെ മിസ്സാവാത്ത രീതിയിൽ ആ വാർത്തകളിലൂടെയൊക്കെയാണ് നമ്മുടെ ഈ ബിഗ് ബസിന്റെ സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭാതത്തിന്റെ ഒരു പ്രസരിപ്പോട് കൂടി നമ്മൾ ഇന്നലെ തുടങ്ങിയ യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ കണ്ട കുറച്ച് മനുഷ്യർ, അവർക്കിടയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റി. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെ നമ്മൾ ബിഗ് ടിവിയുടെ ഒരു യാത്രയായിട്ട് നമ്മളിവിടെ എത്തിയതാണ്. നമുക്ക് വീണ്ടും കാണാം. എന്താ നമുക്ക് വീണ്ടും കാണാമെന്നോ? അല്ല, ജനങ്ങളുടെ പ്രശ്നം ചോദിച്ച് മനസ്സിലാക്കാൻ ഇറങ്ങിയതല്ലേ? അങ്ങ് ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് ബിഗ് ബസ്സും എടുത്ത് കൊച്ചിയിലേക്ക്. എന്നിട്ട് ആദ്യമേ കണ്ട ഞങ്ങളെ കാണിച്ചു തന്ന ആദ്യത്തെ 2 പ്രേക്ഷകരോട് തന്നെ ചേട്ടാ ഗുഡ് മോർണിംഗ് കേട്ടോ, ചേച്ചി ഗുഡ് മോർണിംഗ്, ഞങ്ങൾ ബിഗ് ടി വിന്നാണ്, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ വന്നതാണ്, അപ്പം ശരി ചേച്ചി, ടാറ്റാ ബൈ ബൈ. അതെന്ത് പരിപാടി? അവര് മനുഷ്യന്മാരല്ലേ, ഇടപെടുക, അവരുടെ കാര്യത്തിൽ ഇടപെട്ട് ചോദിക്കുക എന്താ പ്രശ്നമെന്ന്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കൊച്ചിയിൽ, നിങ്ങൾ ഈ മാലിപ്പുറത്ത് താമസിക്കുന്നു, തെക്കൻ മാലിപ്പുറത്ത് അല്ലെങ്കിൽ താമസിക്കുന്നു, പറയൂ എന്താണ് നിങ്ങളിവിടെ ഫേസ് ചെയ്യുന്നത്? ഇവിടെ ഈ മലിനീകരണം അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണോ? എന്താണ് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ? ഇവിടെ ഈ ലഹരി അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതൊന്നും ചോദിക്കാൻ സുജാ പാർവതിക്ക് പറ്റാത്തത് എന്താണ്? സുജാ പാർവതി ആദ്യമേ കണ്ട ആളുകളോട് തന്നെ ടാറ്റാ ബൈ ബൈ, പോയിട്ട് വരാമെന്ന്. ബിഗ് ടി വി ആണ്, പുതിയ ചാനലാണ്, ഓക്കെ ശരി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വന്ന വലിയ മാധ്യമ പ്രവർത്തക കാണിക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? കണ്ടു. വൈപ്പിനിലൂടെയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ശരിക്കും ഈ ഒരു പ്രദേശത്തിന്റെ പേരെന്താണ് കറക്റ്റ്? ഈ ഒരു നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ മാലിപ്പുറം. മാലിപ്പുറത്തൂടെ നമ്മുടെ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ നമസ്കാരം, സുപ്രഭാതം. ഇതെന്താ കയ്യിലെന്താ? എന്തൊക്കെ മീനാണല്ലേ? ഏതൊക്കെ മീനാ? അയലയുണ്ട്, മത്തിയുണ്ടോ? മത്തിയില്ല. ഇതെന്താ? ഇത് നമ്മുടെ ചെമ്പല്ലി. ചെമ്പല്ലി കിളിമീനാണ്. അപ്പൊ അയലയുണ്ട്, കിളിമീനുണ്ട്. അപ്പൊ നമുക്ക് കിളിമീൻ കറി വെക്കാം, അയല വറക്കാം അല്ലേ ലക്ഷ്മി? കിളിമീൻ വറക്കണം, അയല കറിയും വെക്കണം അല്ലേ? ചെമ്പല്ലി ഏതാ കിളിമീൻ ഏതാണെന്ന് പോലും അറിയാത്ത ടീമാ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിൽക്കുന്നത്. പ്രിയ സുഹൃത്തെ, നിങ്ങൾ വലിയ ആളായിരിക്കാം, മനസ്സിലാക്കുന്നു. വലിയ റിപ്പോർട്ടറാണ്, ഇപ്പോൾ ഒരു ചീഫ് എഡിറ്ററാണ്, ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരാളാണ്, മനസ്സിലായോ? പക്ഷെ ജനങ്ങളുടെ ഇടയിലോട്ട് പോയി പ്രശ്നങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ചേച്ചി അയിലയും മത്തിയും ചാളയൊക്കെ മനസ്സിലാക്കാനുള്ള, കരിമീനും പിലോപ്പിയൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ബോധം അത് വേണ്ടേ? പോട്ടെ, ചേച്ചി അറിയണ്ട, ചേച്ചിയുടെ വീട്ടിൽ ജോലിക്കാരി ആയിരിക്കും ഇതൊക്കെ ചെയ്തു തരുന്നത്, വെട്ടിക്കത്ത് സെറ്റാക്കി കറി വെപ്പിച്ചു, ഓക്കെ പോട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ആ മനുഷ്യനോടെങ്കിലും ചേട്ടാ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഇവിടെ നേരിടുന്നുണ്ടോ? കാരണം ഇന്നത്തെ കാലത്ത് മീൻ പിടിച്ച് പ്രായമായ ഒരു ആളാണ് ഈ മാലിപ്പുറം സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ. എന്തിനാ മാലിപ്പുറം? എന്തിന്? നമ്മുടെ തോപ്പുംപടി പാലത്തിന്റെ മേളിൽ പോയാൽ ഇപ്പോഴും കാണാം ഇഷ്ടംപോലെ പേര് അവരുടെ ഉപജീവന മാർഗമായിട്ട് മീനൊക്കെ പിടിച്ചിട്ടാണ്. ഇപ്പൊ ഒരുപാട് ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ പുതിയ കുട്ടികൾ പോലും അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്തൊന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. സുജാ പാർവതി ചേച്ചി, എന്താ സുജാ പാർവതി ചേച്ചിക്ക് പറ്റിയത്? ചേച്ചിക്ക് റിപ്പോർട്ടർ ചെയ്തിറങ്ങിയപ്പോ സങ്കടമായോ? അതാണോ ചേച്ചിയുടെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല, സങ്കടം വരുന്നു ചേച്ചി. എത്ര നല്ല മാധ്യമ പ്രവർത്തകയായിരുന്നു, ഇപ്പൊ കാണിക്കുന്നത് എന്താ?
ചേച്ചി നിർത്തിയിട്ട് വല്ല ട്രാവൽ വ്ളോഗും തുടങ്ങും, അതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ ഇങ്ങനെ ചെന്നിട്ട് മീൻ പിടിക്കുന്ന ചേട്ടന്മാരുടെ ചെന്നിട്ട് ചേട്ടാ ഏത് മീനാ ചേട്ടാ, അയിലയാണെങ്കിൽ കറി വെക്കാം, ഫിലോപ്പിയാണെങ്കിൽ ഫ്രൈ ചെയ്യാം എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല, തെറ്റില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് കുറച്ച് ഓവറാ ചേച്ചി. കരണ്ട് ഒന്നടിക്ക് പോയി കേട്ടോ, എല്ലാവരും ക്ഷമിക്കേ, നമുക്ക് ബാക്കി കാണാം. ഇനി മെയിൻ ഒരു കാര്യമുണ്ട്, ഈ ബിഗ് ടി വി എന്ന് പറയുന്ന ചാനലിന്റെ ലോഞ്ചിന്റെ അന്ന് സുജാ പാർവതി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിത് കേട്ടോ? ഈ അവസരത്തിന് ബിഗ് ടി വി ഗ്രൂപ്പിനും അതുപോലെ തന്നെ അനിൽ അയരൂർ സാറിനും നന്ദി. ഞാൻ ഈ ഒരു മൊമെന്റിൽ അക്നോളജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ഒരു വാർത്താ വായനക്കാരിയായിരുന്ന എന്നെ ഒരു ന്യൂസ് പ്രസന്റർ എന്ന നിലയിൽ മോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അനിൽ അയരൂർ എന്ന വ്യക്തിയാണ്. ഹീസ് മൈ മെന്റർ. ഇനി ബിഗ് ടി വിയെ കുറിച്ച്, ബിഗ് ടി വിക്ക് മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എന്റെ ആഗ്രഹം. അതാണ് ബിഗ് ടി വിയുടെ ബിഗ് വിഷൻ. ബിഗ് ടി വിയുടെ വിഷനൊക്കെ കൊള്ളാം, പക്ഷെ അടയാളപ്പെടുത്തുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അടയാളപ്പെടുത്തുന്നെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കൊണ്ടുവരണം. ഇത്രയും ദിവസമായിട്ട് ഒന്നും കണ്ടില്ല. ഇന്റർഫേസ് പോലും വേറെ ചാനലിൻ്റെയൊക്കെ. സുജാ പാർവതി എഡിറ്റർ ആയതുകൊണ്ട് തന്നെ അവർ നേരത്തെ വർക്ക് ചെയ്ത ചാനലിന്റെ അതേ ഇന്റർഫേസ്. അതൊക്കെ സുജാ പാർവതിക്ക് ഒരു നാണക്കേടായിട്ട് ഫീൽ ചെയ്യുന്നില്ല? ഇല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർ ആ ഒരു വ്യക്തിയോടാണ്. അനിൽ അയ്യൂർ പറയൂ, നിങ്ങളുടെ നല്ല ഒരു സഹപ്രവർത്തക എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇവരെ അങ്ങോട്ട് വലിച്ചിട്ടത്. പക്ഷെ കളി മൊത്തം മാറിപ്പോയല്ലോ സാറേ, കളി മൊത്തം മാറിപ്പോയല്ലോ. ഇനി അടുത്ത ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ ലോഞ്ചിന്റെ അന്ന് തന്നെ ഒരു വ്യക്തി, ഒരു നമ്മുടെ പോലെ ഉള്ള ഒരു വ്യക്തി, ആ ലോഞ്ചിന് ചെന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം തോന്നുന്നു, ഈ ഓൺലൈൻ മീഡിയ സംതിങ്, ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ അതൊന്ന് കേട്ടോണേ. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. എല്ലാ ചാനലുകൾക്കും അവരുടെ ഒരു ഓഡിയൻസ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം ബിഗ് ടി വിക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇന്നെല്ലാ പ്രസന്റേഴ്സും സെലിബ്രിറ്റികളാണ്. ഇപ്പൊ ഞാൻ ബിഗ് ടി വി കാണണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ യൂണിക് സെല്ലിംഗ് പോയിന്റ് നിങ്ങളുടെ വ്യൂവർഷിപ്പിലുള്ളത്? ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഉണ്ടാവുമല്ലോ, അതിന് അഡിക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ ബിഗ് ടി വിക്ക് പ്രസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? പ്രസന്റേഷനിലാണോ അതോ എന്റർടൈൻമെന്റ് ഇതാണോ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു കാണിച്ച് കളിക്കുക. നീ പറയുന്നോ? ഇല്ല ചേട്ടൻ പറ. മോളെ സുജ നീ പറയുന്നോ? ഇല്ലില്ല മാമൻ പറ. നിങ്ങൾ ആരെങ്കിലും പറ. ബാക്കിയുള്ള ചാനലൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ എന്താണ് നിങ്ങൾ? എന്റർടൈൻമെന്റ് സെക്ഷനാണ്? എന്ത് തരത്തിലാണ് നിങ്ങളെ ജനങ്ങളെ നിങ്ങൾ പിടിച്ചിരുത്താൻ നോക്കുന്നത്? ഇപ്പൊ ഈ കാണിച്ച കണക്കൊന്നും വേണ്ട. നേരത്തെ ഞാൻ കാണിച്ച പരിപാടിയൊക്കെ ഉണ്ടല്ലോ, രാവിലെ സൺറൈസ് കാണിക്കാൻ ഇറങ്ങുക, അത് വേണ്ട. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് പോയി മീനിന്റെ വില ചോദിക്കുക. അയിലയാണെങ്കിൽ കറി വെക്കാം, ചെമ്പല്ലിയാണെങ്കിൽ ഫ്രൈ ചെയ്യാം. വേണ്ട, അത് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. എന്താണെങ്കിലും ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിന്ന് 3 പേരും കൂടെ അവിടെ നിന്ന് കറങ്ങി. അതിനുശേഷം പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടോണേ. ബിഗ് ടി വിയുടെ ചുരുക്കത്തിൽ അത് പറയാം, താങ്കളുടെ നല്ല ചോദ്യവുമാണ്. എന്തിനാണ് ഒരു പുതിയ ചാനൽ, എന്തിനു ഞാനത് കാണണമെന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ എറണാകുളത്താണല്ലോ ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ ഒരു സ്റ്റേഡിയം, അതിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. അവിടെ ഒരു അപകടം ഉണ്ടാകുന്നു ഒരു MLA അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം അതൊരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതാണ് അതിനകത്തെ ഏറ്റവും ചെറിയൊരു വാർത്ത. പിന്നെ അതിനുശേഷം ഒരു അപകടം ഉണ്ടാകുന്നു. അപ്പോൾ അതിന്റെ തലം മാറിയ വാർത്തയാണ്. ആ അപകടം സംഭവിക്കുന്ന ഒരു MLA വീണ്ടും അതിന്റെ സ്വഭാവം. പിന്നെ ആ വേദിയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിലേക്കാണ് പിന്നീട് നമ്മുടെ വിവരങ്ങൾ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അതിന്റെ സ്വഭാവം പിന്നെയും മാറും. ആ വേദി പങ്കിട്ടതാരൊക്കെയാണ്? ഈ സുരക്ഷ ഉറപ്പാക്കേണ്ട ആളുകൾ ഉൾപ്പെടെയാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ തലം വീണ്ടും മാറും. അത് കഴിഞ്ഞിട്ട് അവരെ നമുക്ക് പുറത്തേക്ക് എത്തിക്കണം അല്ലെ. ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്ന താഴെ ഒരു സ്ലാബ് അങ്ങനെ തന്നെ കിടക്കുന്നതാണ്. അതിന്റെ തലം മാറുകയാണ് വാർത്തയിൽ. ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകണം, അതിന് സമയമെടുക്കും. അതിന്റെ തലം വീണ്ടും മാറും. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി? അതിന്റെ മെറിറ്റ് എന്താണ്? അതിന് അനുമതിയുണ്ടോ ആ പരിപാടി നടത്താൻ? പിന്നെ മറ്റ് സുരക്ഷാ അനുമതികളുണ്ട്. അപ്പോൾ തലങ്ങൾ മാറി മാറി വരികയാണ്. ഈ സ്റ്റേഡിയത്തിന്റെ ഉടമ, ഇതിന് കൊടുത്ത ഇതിന്റെ സ്പോൺസർമാര്, അതിന്റെ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ, ഇതിനനുസരിച്ച് ഗൈഡ് ലൈൻസ് ഉണ്ടോ? പിന്നെ പല പല പൊളിറ്റിക്കൽ റിയാക്ഷൻസ് വരികയാണ്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും സോഷ്യൽ റിയാക്ഷൻസ് വരും. ഒരു ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നത്, ഉദാഹരണം പറയുകയാണ് ഒരു സംഭവത്തിൽ. അവരുടെ ഒരു നൃത്ത പരിപാടി കൂടെ ആയിരുന്നത്. അവര് ഈ MLA ഒരിക്കൽ പോലും പോയി. ഞാൻ ബാക്കി കേൾപ്പിക്കുന്നില്ല. കാര്യം എന്താ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. വേറൊന്നുമല്ല, ഇവരുടെ ചാനലിൽ ഇവർ 3-4 റിപ്പോർട്ടേഴ്സിനെയൊക്കെ ഒന്നിച്ചങ്ങോട്ട് നിർത്തി ഒരു ചെറിയ പ്രശ്നം, മറ്റേ കലൂരിലെ നിങ്ങൾക്ക് അറിയാമല്ലോ,
MLA താഴെ വീണ്. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തിക്കീറി 3-4 പേര് നിന്ന് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഉണ്ട്. സോ എല്ലാവരും കൂടി അങ്ങോട്ട് കുത്തിക്കീറി അനലൈസ് ചെയ്ത് സത്യം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 3-4 പേര് അങ്ങോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, വൺ സെറ്റപ്പാണെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. 2 പേര് മതിയോ അല്ലെങ്കിൽ ഒരാൾ മതി, വൃത്തിക്ക് അനലൈസ് ചെയ്ത് അത് നിങ്ങളുടെ ചാനലിലൂടെ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും മതി ജനങ്ങൾക്ക്. അല്ലാതെ ഒരുപാട് ആളെ കാണണമെന്നൊന്നും ഇല്ല. പിടികിട്ടിയില്ലേ? ജനങ്ങൾക്ക് വേണ്ടത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡീലാണ്. പക്ഷേ നിങ്ങളുടെ ചാനലിനെ നോക്കുവാണെങ്കിൽ ഇതുവരെയായിട്ടും നിങ്ങൾ പ്രത്യേകിച്ചൊന്നും അങ്ങനെ കുത്തിക്കീറി സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യവും ഞങ്ങളെ കാണിച്ചില്ല. ആകെ കാണിച്ചത് ഇപ്പം ടൂറാണ്, കൊച്ചിയിലേക്കുള്ള ടൂറ്. സൺറൈസ്, കൊക്ക്, കരിമീൻ, ചെമ്പല്ലി, അയല കറി വെക്കാനും ചെമ്പല്ലി വറക്കാനും, കിളിമീൻ, സോറി ചെമ്പല്ലിയല്ല കിളിമീൻ. ഇതാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇത്രയും നല്ല ഒരു മാധ്യമ പ്രവർത്തക, വർഷങ്ങളായിട്ട് മാധ്യമ മേഖലയിലുള്ള ഒരു വ്യക്തിയെ ചീഫ് എഡിറ്ററായിട്ട് വെച്ചിട്ട് ഇതാണ് പറ്റുന്നതെങ്കിൽ ചാനലിൻ്റെയും അവരുടെയൊക്കെ തോൽവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനീ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ. വല്ല ഗുണമുണ്ടോ ഈ ചാനൽ കൊണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്ക്ലൂസീവായിട്ട് വല്ലതൊക്കെ ഇവർ തരുന്നുണ്ടോ? അതോ ഡിപ്പോർട്ടർ ചാനൽ തന്നെ? എനിക്കറിയാൻ പാടില്ല. പിന്നെ ഒരു ചെറിയ ഒരു സംഘി സപ്പോർട്ടീവ് ചാനലായിട്ട് മാറി വരും ഈ ചാനൽ എന്നൊക്കെ കേൾക്കുന്നു, നമുക്കറിയത്തില്ല. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.